എന്നെ കണ്ടപ്പോൾ 2 പൂച്ച ഓടുന്നുണ്ടോ, എന്നിട്ട് ഒരു കുഞ്ഞ് ഇതൊരു തള്ള അവിടെ നിൽക്കുന്നുണ്ടോ, കണ്ടോ കളറ് കണ്ടോ അതിൻ്റെ. ഇപ്പം നമ്മുടെ മാവിൽ ആദ്യമായിട്ടുണ്ടായ മാങ്ങ കാണിച്ചു. ഇതാണ് നമ്മുടെ മാവ്. ടെറസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ശരിക്കും കാണാം മാങ്ങയൊക്കെ ചെറുതൊക്കെ കൈകൊണ്ട് പറിക്കാം. ആദ്യമായിട്ട് ആണ് ഇത് നട്ടതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഈ മാങ്ങ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. എവിടെ പോയി മാങ്ങ ഉണ്ടായിരുന്നല്ലോ, നോക്കട്ടെ. കാണുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്ന മാങ്ങ ഇവിടെ നിന്നാൽ കാണാൻ പറ്റത്തില്ല, ദൂരെ നിന്ന് നോക്കട്ടെ. 10 മിനിറ്റ് മുമ്പ് വരെ കണ്ടതാണ്. ആശടാ, ഈ മാങ്ങ എവിടെ പോയി കാണുന്നില്ല. അതെ കണ്ടോ, അതൊന്നും നമ്മളിപ്പോൾ എന്തായാലും പറിക്കാൻ പോവാം. ആദ്യമായിട്ടുണ്ടായതുകൊണ്ടാണ് കുറച്ച് മൂക്കട്ടെ എന്ന് വെച്ച്. ഇപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് വലിയ മാങ്ങയാണ്. പറിച്ച് നോക്കാൻ പറ്റുമോ, അതൊരെണ്ണം. പിന്നെ നിൽക്കുന്നു, കാണാൻ പറ്റുന്നുണ്ടോ ആ തടിയുടെ പുറകിൽ. സൂം ചെയ്യാതെ ദേ നിൽക്കുന്നുണ്ടോ. ഇതാണ് വേറെ, അത് മറിഞ്ഞ് നിൽക്കുന്നത്. അതൊരെണ്ണം. പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. ആ റോട്ടിൽ ഞാൻ കണ്ടായിരുന്നു. ഇത് അല്ലല്ലോ, നമ്മൾ നേരത്തെ എവിടെയോ ഉണ്ട്. അതുണ്ട്, നോക്കട്ടെ. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. കണ്ടു പക്ഷേ അതേണ്ട ഇവിടെയൊന്നിപ്പോൾ 2 കണ്ടാണല്ലോ. അവിടെ പോയി അതേ മറിഞ്ഞ് കിടക്കുന്നത്. ഇപ്പം ഈ കാണത്തൊന്ന്, അതല്ലാതെ മേലെ ഒരെണ്ണം മറിഞ്ഞ് കിടപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അത് കിടക്കുന്നുണ്ടോ ആ വാഴയുടെ 2 ഇലയുടെ നടുക്ക്. അങ്ങനെ 3 മാങ്ങ ആദ്യമായിട്ടുണ്ടായതായത് ഇവിടെ. ഇനി നമ്മൾ പറിക്കാൻ പോവാം. പറിച്ച് കഴിഞ്ഞിട്ട് പഴുത്തൊന്ന് നോക്കാം. പഴുത്തില്ലെങ്കിൽ എന്തായാലും മൂത്തിട്ടുണ്ട്. പഴുപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ 3 മാങ്ങ വീണു. ഇതോടെ എടുത്തോണ്ട് പോവാ. ഇത് ഓരോന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ 3 വലിയ മാങ്ങ. ഇതിൻ്റെ പേരെന്നാ അമ്മ? നമ്മുടെ കപ്ലൈൻ്റെ പോലത്തെ മാങ്ങ ഇതാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെച്ചേക്കാണ്. നല്ല സൈസാണ്, നല്ല സൈസായിട്ട്. ഉണ്ടോ? ഇത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് താഴെ വീണ് കഴിഞ്ഞപ്പോഴാണ്, താഴെ വീണതിൻ്റെ ആഘാതത്തിൽ പൊട്ടിയതാണ്. നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാം. ആദ്യമായിട്ടുണ്ടായതല്ലേ, അതുകൊണ്ട്